ഇത് നമ്മുടെ ബാർസിലോണയിലെ സെഗ്രിഡ ഫെമിലിയ എന്ന് പറയുന്ന ഒരു ചർച്ചാണ്. ഇത് ഏകദേശം ഇതിന് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് ഇവർ പറയുന്നത് 100 years ആയെന്നാണ്, 100ന്റെ മുകളിലായെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആർക്കിടെക്ട്, ഇതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ ചെയ്തത് പുള്ളിയാണ്. കൊയിലോ എന്നാണ് അതിൻ്റെ ഫ്രണ്ട് വേറെ പേരുണ്ട്. പുള്ളിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, ബേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി അതിൽ നിന്ന് മാറി. പുള്ളിയുടെ വേറെ എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം പുള്ളി മാറി. വേറെ ഒരുപാട് ആർക്കിടെക്ട്സുകൾ പിന്നീട് വന്നു. അവരാണ് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള നെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽസ് പാർട്ട് ഒരുപാട് ഷോർട്ടേജസ് വന്നുകൊണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ് ഇതിൻ്റെ പല മെറ്റീരിയൽസ് കൊണ്ടുവന്നത്. അതിൻ്റെ ഉള്ളിൽ പെബിൾസ്, വാൾസ്, ബിൽഡിങ്സ്, മോൾ സ്റ്റാച്യൂസ്, ഇതൊക്കെയാണ് പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്നതിന് ഷോർട്ടേജ് വന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത് നീണ്ടു പോകുന്നത്. ഇവരുദ്ദേശിക്കുന്ന അതായത് കൊയിലോ എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു ചർച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ പല സ്ഥലത്തുനിന്നും മെറ്റീരിയൽസ് കൊണ്ടുവരുന്നുണ്ട്. ഇതിന് കഴിഞ്ഞ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ ടവർ എന്ന് പറയുന്നത് ജീസസിൻ്റെ ടവറാണ്. അത് 173 മീറ്ററാണ് ഹൈറ്റ് വെച്ചത്. രണ്ടാമത്തെ ടവർ എന്ന് പറയുന്നത് സെൻറ്റ് മേരി, മൂന്നാമത്തത് സെൻറ്റ് ജോസഫ്. ഇത് കഴിഞ്ഞ് പിന്നെയുള്ളതിൻ്റെ ചുറ്റുമുള്ള ടവേഴ്സിനെ പറയുന്നത് മത്തായി, ലൂക്ക, യോഹന്നാൻ, നമ്മുടെ അങ്ങനെ അപ്പസ്തോലന്മാരുടെ ടവറുകളാണ് അത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇനിയിപ്പോൾ ഒരു 5 കൊല്ലത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇവർ പറയണത്. ഇവിടെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റിങ്സ്, അതായത് വിത്തൗട്ട് ഇലക്ട്രിസിറ്റിയിൽ തന്നെ ഇതിന് വെറൈറ്റീസ് ഓഫ് കളേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുകളിലേക്ക് നോക്കുന്നത്. അത് നമ്മുടെ നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണാവുന്നതാണ്. താങ്ക് യു ജോസഫ്.